നമസ്കാരം. എല്ലാവർക്കും ഗോകുലമാലയിലേക്ക് സ്വാഗതം. സ്കന്ദപുരാണത്തിൽ സുബ്രഹ്മണ്യൻ തൻ്റെ പിതാവായ പരമശിവനെ ഓം എന്നതിൻ്റെ അർത്ഥം പഠിപ്പിക്കുന്നതിനെക്കുറിച്ചുള്ള പരാമർശങ്ങളുണ്ട്. തമിഴ്നാട്ടിലെ കുംഭകോണത്തിനടുത്തുള്ള സ്വാമിമലയാണ് ഈ ഉപദേശം നൽകപ്പെട്ടതായി പറയുന്ന സ്ഥലം. പുരാണങ്ങളിൽ നിന്ന് കാർത്തികേയനെക്കുറിച്ചുള്ള കഥയാണ് ഇത്. കാർത്തികേയൻ ഒരു കൊച്ചുകുട്ടിയായിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ പിതാവ് മഹാദേവൻ അദ്ദേഹത്തോട് ബ്രഹ്മാവിൽ നിന്ന് വിദ്യാഭ്യാസം നേടാൻ ആവശ്യപ്പെട്ടു. കാർത്തികേയൻ ബ്രഹ്മാവിൻ്റെ അടുക്കൽ ചെല്ലുന്നു. ഓം എന്നതിൻ്റെ അർത്ഥമാണ് കാർത്തികേയൻ ബ്രഹ്മാവിനോട് ആദ്യം തന്നെ ചോദിക്കുന്നത്. എന്നാൽ ബ്രഹ്മാവ് ഇങ്ങനെ പറഞ്ഞു, ആദ്യം നീ അക്ഷരങ്ങൾ പഠിക്കൂ. പക്ഷെ കാർത്തികേയൻ ഒന്നും സമ്മതിച്ചില്ല. ഇല്ല, എനിക്ക് ആദ്യം ഓം എന്നതിൻ്റെ അർത്ഥം തന്നെ അറിയണം. ഓം എന്നതാണ് ഏറ്റവും ഉയർന്ന അറിവ്. ബ്രഹ്മാവ് തനിക്കറിയാവുന്നത് എന്താണോ അത് വിശദീകരിച്ചു കൊടുത്തു. എന്നാൽ കാർത്തികേയൻ ബ്രഹ്മാവിനോട് പറഞ്ഞു, ഓം എന്നതിൻ്റെ അർത്ഥം അങ്ങേക്കറിയില്ല, ഞാൻ അങ്ങയുടെ കീഴിൽ പഠിക്കില്ല. കാർത്തികേയൻ പിതാവിൻ്റെ അടുക്കിലേക്ക് മടങ്ങിപ്പോയി. കാർത്തികേയൻ ഒരു യുദ്ധദേവൻ മാത്രമാണെന്ന ഒരു തെറ്റിദ്ധാരണ എല്ലാവർക്കുമുണ്ട്. എന്നാൽ അത് സത്യമല്ല. കാർത്തികേയൻ പരമോന്നത ജ്ഞാനത്തിൻ്റെ മൂർത്തിഭാവമാണ്, അതായത് ജ്ഞാന സ്വരൂപൻ. സമാനതകളില്ലാത്ത ഒരു ശക്തിയാണ് ശ്രീമുരുകൻ സ്വന്തമാക്കിയിരിക്കുന്നത്. അറിവിൻ്റെ പ്രതിരൂപമാണ് അദ്ദേഹം സർവശക്തനായും അറിയപ്പെടുന്നു. സൗന്ദര്യത്തിൻ്റെ ആൾരൂപമായും അദ്ദേഹം അറിയപ്പെടുന്നുണ്ട്. പാർവതി മാതാവിൽ നിന്ന് ഉരുത്തിരിഞ്ഞ ശക്തിയുടെയും പിതാവായ ശിവനിൽ നിന്ന് നേടിയെടുത്ത ജ്ഞാനശക്തിയുടെ അതുല്യമായ സമ്മിശ്രണം അദ്ദേഹത്തിനുണ്ട്. സമാധാനവും സുരക്ഷിതത്വവും പ്രദാനം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ എല്ലാ ശക്തികളുടെയും അറിവിൻ്റെയും സംയോജനത്തോടെയാണ് അദ്ദേഹം ഈ ഭൂമിയിൽ അവതരിച്ചത്. പരമശിവൻ കാർത്തികേയനോട് ചോദിച്ചു, എന്താണ് നീ ബ്രഹ്മാവിൻ്റെ അടുക്കൽ നിന്നും പഠിക്കാതെ തിരികെ വന്നത്? ബ്രഹ്മാവ് ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ സൃഷ്ടാവാണ്. നീ അദ്ദേഹത്തിൽ നിന്ന് തന്നെയാണ് ഇത് പഠിക്കേണ്ടത്. കാർത്തികേയൻ മറുപടി പറഞ്ഞു, അപ്പോൾ അങ്ങ് എന്നോട് പറയൂ, എന്താണ് ഓം എന്നതിൻ്റെ അർത്ഥം? ശിവൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്കും അറിയില്ല. അപ്പോൾ കാർത്തികേയൻ പറഞ്ഞു, ഓം എന്നതിൻ്റെ അർത്ഥം എനിക്കറിയാവുന്നതിനാൽ ഞാൻ അങ്ങേക്ക് പറഞ്ഞു തരാം. എങ്കിൽ നിനക്കറിയാവുന്ന അർത്ഥമൊന്ന് പറയൂ. ഭഗവാൻ പുഞ്ചിരിയോടെ പറഞ്ഞു, എനിക്ക് അങ്ങയോട് ഇങ്ങനെ പറയാൻ കഴിയില്ല. അങ്ങ് ഗുരുവിൻ്റെ സ്ഥാനം എനിക്ക് നൽകണം. എന്നെ ഗുരുവിൻ്റെ പീഠത്തിലിരുത്തിയാൽ മാത്രമേ എനിക്ക് അങ്ങയോട് ഇതിൻ്റെ അർത്ഥം പറയുവാൻ സാധിക്കൂ. കാർത്തികേയൻ പറഞ്ഞു, ഗുരു എന്നാൽ ഉയർന്ന സ്ഥാനത്തോ വേദിയിലോ ആയിരിക്കണമെന്നാണ്. അധ്യാപകൻ ഉയർന്ന സ്ഥലത്ത് ഇരിക്കണം. വിദ്യാർത്ഥി ഇരുന്ന് അദ്ദേഹത്തെ ശ്രദ്ധിക്കണം. പരമശിവനേക്കാളും ഉയരമുള്ള ഒരു ഇരിപ്പിടം എങ്ങനെ കണ്ടെത്താനാകും? അദ്ദേഹം ഏറ്റവും ഉന്നതനും മഹാനുമാണ്. പരമശിവൻ കാർത്തികേയനെ തൻ്റെ ചുമലിലേക്ക് ഉയർത്തി. തുടർന്ന് ശിവഭഗവാൻ തൻ്റെ ചെവി കാർത്തികേയൻ്റെ അടുത്തേക്ക് കാണിച്ചു കൊടുത്തു. ഭഗവാന്റെ ചെവിയിൽ കാർത്തികേയൻ പ്രണവമന്ത്രത്തിൻ്റെ അർത്ഥം വിശദീകരിച്ചു. സൃഷ്ടി മുഴുവനും ഈ ഓമിൽ അടങ്ങിയിട്ടുണ്ടെന്നായിരുന്നു കാർത്തികേയൻ്റെ വിശദീകരണം. ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ എന്നീ ത്രിമൂർത്തികൾ ഓം എന്നതിലടങ്ങിയിരിക്കുന്നു. ഓമിൻ്റെ സാരാംശവും കാർത്തികേയ രഹസ്യവും ശിവനോട് വിവരിക്കുന്നു. ഇത് കേട്ട് പാർവതി ദേവി സന്തോഷത്താൽ മതിമറന്നു. പാർവതി ദേവി മുരുകനോട് ഇങ്ങനെ പറഞ്ഞു, അങ്ങ് എൻ്റെ നാഥനെ ഗുരുവായി മാറ്റി. ഇത് പറഞ്ഞുകൊണ്ട് ദേവി തൻ്റെ മകനെ സ്വാമിനാഥ എന്ന് അഭിസംബോധന ചെയ്തു. അന്നു മുതൽ കാർത്തികേയനും സ്വാമിനാഥ എന്ന് അറിയപ്പെട്ടു തുടങ്ങി. ഗുരു തത്വം ശിവനേക്കാളും ഉയർന്നതാണ്. ഈ സത്യം വിശദീകരിക്കുവാനാണ് സ്കന്ദപുരാണത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്.